നമ്മള് 3 പേര് ലോക്കി വെച്ചേക്കല്ലേ, 4ാമത്തെ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്പൂതിരിമാരെ പോലെ സംസാരിക്കാം, അങ്ങോട്ട് മാറി നിൽക്കുക. സ്റ്റാർട്ടായില്ല, ലോബി തന്നെ നിൽക്കാം. സ്റ്റാർട്ടായി, എനിക്കിവിടെ കാണാം. നീ അവിടെ ഒന്ന് ദീർഘ ശ്വാസമൊക്കെ വിട്ടില്ല. ഞാൻ ലോബി തന്നെ നിൽക്കുക. അല്ല, ഗെയിം സ്റ്റാർട്ട് ആയിരുന്നു, ലൈവ് സ്റ്റാർട്ട് ആയിരുന്നു. ഓ അങ്ങനെ. ഇൻട്രൊഡക്ഷൻ മാസ്ട്രോ നൂബിയൻ അതാര്? ബ്രോയാണോ? പൊളി പൊളി. ഞാനാണ് മാസ്ട്രോ നൂബിയൻ. ഓക്കേ ഓക്കേ. ക്ലൗഡ് ഗെയിമിംഗ് അവിടെ ലൈവ് സെറ്റ് ചെയ്യാൻ പോവല്ലേ. റിജി തോമസ്, താങ്ക്സ് ഫോർ ഫോളോ ബ്രോ. റിജിനെ മച്ചാനെ. Yes, I am me. And me I am. Okay. നമ്മളുടനെ ലൈവ് ഇപ്പോൾ സെറ്റ് ചെയ്യും. പയ്യന്മാരൊക്കെ ലോബിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി, ഓൾറെഡി സെറ്റാണ്. നമ്മുടെ ക്ലൗഡ് ഗെയിമിംഗ് അവൻ്റെ ലൈവ് സെറ്റ് ചെയ്യണത്. ഓക്കെ. ആശിഷ് തോമസ്, നൊക്കാമി ഹായ്, നൂബിയൻ ഫാൻ. ഹായ് ബ്രോ. യൂട്യൂബ് ഇല്ല ബ്രോ, എനിക്ക് ഗ്ലിച്ച് ആവും. എനിക്ക് ഒന്നേ ചെയ്യാൻ പറ്റൂ. ഫേസ്ബുക്ക് മതി. യെസ് മതി. വിനീത് മോഹൻ മച്ചാനെ, വെൽക്കം ടു സ്ട്രീം. ആശിഷ് തോമസ്, വെൽക്കം ടു സ്ട്രീം ബ്രോ. നക്കാമി ഹായ്, നുബിയൻ ഫാൻ. യെസ്, നുബിയന്റെ ഫാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദിസ്? ആ കമന്റിനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പ്രയത്നം പിടിക്കാൻ പോണത് ഒരു ചുവന്ന ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യട്ടാ? സ്റ്റാർട്ട് ചെയ്യാം. റിജിൻ തോമസ്, ലവ് ഫ്രം വിജയ്, റിജിൻ കീരി, ജിം ശങ്കർ മൊണ്ടി. അളിയാ അടിപൊളി, പൊളി പൊളി പൊളി, സൂപ്പർ സൂപ്പർ. പിള്ളേരെല്ലാം കേറട്ടെ, എന്നിട്ട് നമുക്ക് പ്രയാസം അയച്ചു വിടാം. അതെ 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 അതെ. ജെയ്സൺ സി കെ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഞാൻ അകത്തോട്ട് കയറി കഴിയുമ്പോഴേക്കും പ്രേതത്തെ നോക്കി സൈറ്റ് അടിക്കും. നിങ്ങളായിരിക്കും എന്നെ പിടിച്ച് മാറ്റാൻ വന്നാ നോക്കി. ഇന്ന് ഞാൻ ക്ലൗഡ് ഗെയിമിന്റെ കൂടെ ജസ്റ്റ് കൺട്രോൾസ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് കയറിയായിരുന്നു. ഉച്ചയ്ക്ക് കയറി അവൻ പറഞ്ഞു വുഡ് എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നപ്പോ അവൾ ഇറങ്ങി വന്ന് എന്റെ ഫ്രണ്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മതി മതി, നമുക്ക് ഇനി രാത്രി കളിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. സംഗതി വേറൊരു സീനുണ്ട്. ഇത് പിടിച്ച് ചെറുതാക്കി കഴിയുമ്പോഴേക്കും അവൾ ഒന്ന് അടുത്തേക്ക് ഒരു കാരണവശാലും മോളോട്ട് നോക്കില്ല കേട്ടാ. അടിപൊളി അടിപൊളി. ആശിഷ് തോമസ് ബ്രോ, ഐ ആർ നോട്ട് കമ്മിങ്. ഞാനൊക്കെ ആണെങ്കിൽ കട്ട കൺട്രോളാണ് നിന്നത്. പൊളി പ്രേതം. അഭിജിത്ത് ബ്രോ ലൈക്ക് അടിച്ച് തകർക്കുകയാണല്ലേ. കാണുന്നുണ്ട് ബ്രോ. നൂബിന് എന്താണ് ലൈവ് വരാത്തത്? അടിപൊളി. വിഷ്ണു ഗോവിന്ദ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഗൗരികുമാർ, വെൽക്കം ടു സ്ട്രീം. അഭിസാബ്, വെൽക്കം ടു സ്ട്രീം. താങ്ക്സ് മച്ചാന്മാരെ. ഓക്കെ, എല്ലാരും കേറിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഗോപിനാഥ്, ഇതിന് ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഡ്രാഗൺ പൈലി നമ്മുടെ ഗോപിനാഥൻ സാറിന്റെ മോൻ. ഓ അത് തന്നെ. മോനെ വാടാ, നിനക്ക് ഇഞ്ചി മിഠായി മേടിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പറ്റിച്ച ആള്. എല്ലാരും നോട്ടിഫിക്കേഷൻ കിട്ടി വരുന്നേ ഉള്ളൂ തോന്നുന്നു. ഞാനാണെങ്കിൽ അവനോട് പറഞ്ഞാണ്, വീട്ടില് ഷോക്ക് അടിച്ചിരുന്നോണം, ആഹാരം ഒന്നും കഴിക്കരുത്, വേണ്ട സാധനങ്ങളൊക്കെ വന്നോളൂ, അല്ലെങ്കിൽ പറഞ്ഞാൽ അത് പെട്ടെന്ന് കെട്ടിച്ചു വിട്, അതാകുമ്പോൾ അവരത് പേടിച്ചിട്ട് അവൻ ചോദിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു പറഞ്ഞു. ചെറുക്കിനാണെങ്കിൽ എല്ലാ ദിവസവും ബീഫും പൊറോട്ടയും മേടിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന് ബീഫും പൊറോട്ടയും മേടിച്ച് ചുളുവിന് അവനങ്ങ് ഒതുക്കി കേട്ടോ. അടിപൊളി. നമുക്ക് നൈസ് തുടങ്ങിയാലോ. ക്ലൗഡ് സെറ്റാണോ? എല്ലാം സെറ്റാണ്. സ്റ്റാർട്ട് ചെയ്യാം. സെറ്റാണല്ലേ? എല്ലാരും സെറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് തുടങ്ങാല്ലേ? Okay, this is the place. Find a way in and check the entire house. Okay. ഇത് ഞാൻ ഈ ചാടുന്ന ഞാൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം ഞാൻ. പെണ്ണാണ് നൂബിയൻ. അടിപൊളി. പെണ്ണ് നൂബിയനാ? ഞാൻ പെണ്ണല്ലേ? ഞാനും പെണ്ണാടേ. രണ്ട് പെണ്ണാടേ.
ഓഹോ അപ്പൊ ഞാനും പെണ്ണാ പൊളി. ഇതിപ്പോ എവിടെയാണ്? അയ്യോ പെണ്ണുങ്ങള് ലൈറ്റ് പെണ്ണുങ്ങൾ ഇവന്റെ കയ്യിലാണല്ലോ ദൈവം നമ്മളൊന്ന് പെട്ടത്. വാ പോവാം. അടിപൊളി. അത് ഇതിന്റെ എൻട്രൻസ് എവിടെയാണ്? അതാണ് ഞാനും നോക്കണം. നമ്പൂതിരി അനങ്ങുന്നില്ല കേട്ടോ. ഈ നമ്പൂതിരിയിൽ ഒരുമാതിരി പൂലി പിടിച്ച് നിക്കാണല്ലോ. ആ അടിപൊളി. എനിക്ക് ഞാനും വരണം. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഡിസ്കോഡിന്റെ വോളിയം ഒന്ന് കൂട്ടിക്കോട്ടെ. നമ്പൂതിരീസ് ഡിസ്കോഡ് വോളിയൂംസ് കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. ആ ഇവിടെ ഒരു വാല് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പോയാ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇങ്ങോട്ട് വാ വാ വാ. മഴയാണ് കേട്ടാ. നനഞ്ഞ വെറുതെ ഒരുമാതിരി സീനായിട്ടിരിക്കാണ്. കേറിക്കോളി. സീനാണല്ലേ? Check the side of the house. It looks like there's an entrance into the basement. അത് കേറിയതിനു ശേഷമാണല്ലോ ഇവന്മാര് പറയണേ സൈഡൊക്കെ ചെക്ക് ചെയ്യണമെന്ന്. നമ്മുടെ മേപ്പാട് എന്തിയേ? മേപ്പാട് ഇവിടെ ഉണ്ടല്ലോ. കീഴ്പ്പാട് എന്തിയേ? കീഴ്പ്പാടും കീഴ്പ്പാട് ഇതൊരു ചാടിയില്ലേ? ഒന്ന് ചാടി വരണം കേട്ടോ. ഇത് എന്താണിത്? സൗണ്ട് കേൾക്കണം, സൗണ്ട് കേൾക്കണം. ആ ഞാൻ ഒരു തടി എടുത്തേ. ഞാൻ ഒരെണ്ണം എടുത്തു. ഓക്കെ. ആ അതാണ്ട് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. അതാണല്ലേ പറഞ്ഞ പാവ. എനിക്കൊരു വെളുത്ത പാവയെ കിട്ടി കേട്ടോ. ഈ വെളുത്ത പാവയാണോ കത്തിക്കേണ്ടത് അതോ മറ്റേ എങ്ങോട്ടാ പോണ? എവിടെ? മേപ്പാടം വന്നില്ലല്ലോ. മേപ്പാടം അവിടെ പോയാ? അയ്യോ മേപ്പാട് കീഴ്പ്പാട് എവിടെ? ഇത് ഏത് വഴി? ഇത് സ്റ്റെപ്പ് വഴിയാ? അതെ ഇവിടെ തീപ്പെട്ടി കിട്ടിയോ? അതിന്റെ കീഴില് തീപ്പെട്ടി കിട്ടിയില്ല. ഒരു തീപ്പെട്ടി എത്തിച്ചു കഴിഞ്ഞാ ഇപ്പൊ കയ്യിലുള്ള ഇതിനൊക്കെ നമുക്ക് കത്തിക്കായിരുന്നേ. ഓ ഇതിനിപ്പോ ബേസ്മെന്റ് കീ വേണല്ലോ. ഇതിന് ബേസ്മെന്റ് കീ ഇല്ല കേട്ടോ. ഇതിന് ബേസ്മെന്റ് കീ വേണം. ഇത് തുറക്കാനുള്ള വാതിലിന്റെ താക്കോല് കണ്ടുപിടിക്കണം എന്നാണ് തോന്നുന്നേ. അപ്പൊ ആ താക്കോലിന്റെ വാതിലിന്റെ താക്കോല് മോളിൽ ചെന്നിട്ടേ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോന്ന് തപ്പേണ്ടി വരും. ഇതിപ്പോ മുകളിലോട്ട് പോകേണ്ട വഴിയാണ്. അപ്പൊ ഇത് മേപ്പാടും കൂടെ കേറാ. കീഴ്പ്പാട് അവിടെ കീഴ്പോട്ട് നോക്കി നിക്കാതെ മേപ്പോട്ട് പോകാനുള്ള വഴിയും കൂടെ ചേർക്ക. ആ അങ്ങോട്ട് നടക്ക. അതും പൂട്ടിയിരിക്കുക. അപ്പൊ അതിന് മിക്കവാറും നമുക്ക് ആ ഹോളിലേക്കുള്ള ആ ചാവി വേണം കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. എന്തോ അയ്യോ അടിച്ചു പോയി. ഗോസ്റ്റ് ചെയ്ത അടിച്ചു പോയി. ഹോളി ജിങ്ക രാര ഹോളി ജിങ്ക ഹോയ് ഹോയ്. മിസ്റ്റർ നൂബിൻ ഉണ്ട്. അയ്യോ മിസ്റ്റർ നൂബിൻ ഉണ്ട് പക്ഷെ ഫുള്ളാണ്. ഡിസ്കോഡിലില്ലേ? ഹലോ ബ്രോ എന്ത് പറ്റി? ഒരു പിടിയില്ല. എന്റെ അടുത്ത് പ്രേതം വന്ന് ഞാൻ സ്റ്റക്കായി. അടിപൊളി. എനിക്കിപ്പോ ആരെയും കാണുന്നില്ല. നിങ്ങൾ ഗെയിം ഔട്ടായോ? ഗെയിമിൽ നിന്ന് ഔട്ടായി. ഓ ഒന്നുകൂടെ സ്റ്റാർട്ടാ. പ്രേതം വന്നപ്പോഴാണോ ഗ്ലിച്ച് ആയത്? അതെ പ്രേതം വന്നപ്പോഴാണ് ഗ്ലിച്ച് ആയത്. സൂപ്പർ. അതാണ് അവൾ അവിടെ ഒന്നും കാണാത്തത്. നൂബിനെ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് പോയല്ലേ? ഞാൻ അവിടെ ഒരു പേപ്പറില് എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വായിക്കായിരുന്നു. അപ്പൊ അതില് ആ കുറിപ്പ് വായിച്ചപ്പോണ്ടിരുന്നപ്പോഴുണ്ട് പ്രേതം തൊട്ട് ബാക്കിൽ വാതിൽ തുറന്ന് വരുന്ന കണ്ടു. ഞാൻ വാതിൽ തുറന്ന് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴേക്കും നീയൊക്കെ കുറെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരുമാതിരി വവ്വാലിനെ തൂക്കിയിട്ട് കണക്ക് നിൽക്കുന്നു. നമ്മളെ തൂക്കിയപ്പം. ഓക്കെ. ഹോസ്റ്റ് ചെയ്തത് ആരോ വന്ന് നിൽക്കുന്നു എന്റെ കൂടെ. എനിക്ക് കിക്ക് ചെയ്തിട്ട് അവൻ പോണുമില്ല. ഞാൻ ഒന്നും കൂടെ ഹോസ്റ്റ് ചെയ്തിട്ട്. ക്ലൗഡിനെ കൊണ്ട് ഹോസ്റ്റ് ചെയ്യിപ്പിക്കണോ? കേറി.
ഓക്കെ കേറി. Okay, this is the place. ഓക്കെ നമുക്ക് ഓടിപ്പോയി താക്കോൽ എടുക്കാം. Entire house. അത് ഇതിപ്പോ മേപ്പാടും കീപ്പാടും ഏതാ ഏറ്റവും പുറകിൽ വരുന്നത് ഞാനാണ് കേട്ടോ. അപ്പൊ രണ്ടാമത് പോണ ഞാനാണ്. ആദ്യം പോണത് അമൽപ്പാടൻ. ഓക്കെ തടി എടുക്കാൻ മറക്കണ്ട Check this കേട്ടോ. side of the തടി house. എടുത്തു. Looks like there's ആ an entrance. പാവ ഞാൻ എടുത്തു. എനിക്ക് എന്റെ പാവ ഒരു കിട്ടി. പാവ കിട്ടിയില്ലല്ലേ? ഇനിയിപ്പോ വേറെ സീനൊന്നും ഇല്ല. ഒരു പാവ അങ്ങോട്ട് കൊണ്ടിട്ട് കത്തിക്കാനുള്ള പരിപാടികൾ നോക്കാം. തീപ്പെട്ടിയില്ല. തീപ്പെട്ടി വേണം കേട്ടോ. ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഇവിടെ നോക്കി, ഇവിടെ എന്തോ ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് വായിച്ചേ. ലുതറി ഫ്യൂണറൽ പാർലർ ഓഫറിംഗ് സർവീസസ് ഇൻ ടൈം ഓഫ് റിക്കവറി മോട്ടീഷ്യന് സെറമണി ബറിയല് ക്രിമേഷന് ഷെഡ്യൂൾ ആൻഡ് അപ്പോയിന്റ്മെന്റ് ഓൾസോ ഓഫർ ഫേവറേറ്റ് സർവീസസ്. ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ വിടാല്ലേ? അതെ വേണ്ട. സൗണ്ട് എവിടെ മറ്റേ എവിടെ? ഇതുവഴിയാണല്ലേ? നീ അവിടെ നിക്കല്ലേ? നീ അയ്യോ അവളെ മോളിരിക്കണം. എന്തിട്ട് കാണുന്നേ? ഒരു കാര്യം ചെയ്, നിങ്ങൾ അവളെ വിളിച്ചിട്ട് സൈഡിലോട്ട് പോ. സൈഡിലോട്ടാ? ഓ അപ്പൊ ബ്രോ താണ്ട പറഞ്ഞ കേട്ടാ, കുലുങ്ങി കുലുങ്ങി പറഞ്ഞിട്ടാ. എന്റെ ദേവി മാറി നിക്കുന്നേ. ഇങ്ങോട്ടെല്ലാം വാ, നമ്മളെ കാര്യം പറയണൊക്കെ. തീപ്പെട്ടികള് കിട്ടിയില്ലെങ്കിൽ ബ്രോ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? എന്റെ പൊന്നെ ബ്രോ എങ്ങോട്ട് പോയി? അങ്ങോട്ടാ? അവള് അങ്ങോട്ട് പോയി. വാ മോളി കയറാം നമുക്ക്. വാ അവളവിടെ നിക്കണ്. വാ മോളി കയറാം. വാ. എന്റെ ദേവി എനിക്ക് വീണ്ടും ഒരു പാവ കിട്ടി. അയ്യോ ഓ എന്നെ പിടിക്കൂല. ഭാഗ്യം. വാ. ഇത് എനിക്കൊരു ചുവന്ന പാവയെ തരണം കേട്ടാ. ഇങ്ങനെ കാണിക്കരുത്. എവിടെ? ഇവിടെ അടുത്ത് എവിടെ ഉണ്ട് കേട്ടാ? എവിടെ? ഇതിന് ബെഡ്റൂം കീ വേണമെന്ന്. ബെഡ്റൂമിനൊക്കെ കീ ഒക്കെ ഉണ്ടോ വീട്ടില്? അതൊക്കെ കൊള്ളാലോ. നമ്മുടെ വീട്ടില് ബെഡ്റൂമിനൊന്നും കീ ഒന്നും ഇല്ല കേട്ടാ. നമ്മളൊരു വാതിലിട്ട് അങ്ങോട്ട് കുറ്റിട്ട് കഴിഞ്ഞാൽ സംഗതി ഇങ്ങോട്ട് കാര്യം അങ്ങോട്ട് ക്ലോസ് ആയി. ഇവര് ഈ കീ ഒക്കെ വെച്ച് ക്ലോസ് ആക്കുന്ന ടീമുകളാണല്ലേ. ഈ മേശപ്പുറത്ത് പിന്നെ എന്തിലോട്ട് ഒരു കുറിപ്പുണ്ടല്ലോ. പലയിടത്ത് പല കുറിപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എടുത്ത് വായിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കണേ. ഇതോ ഇതിന്റെ അകത്ത് എന്തൊക്കെ ചിരിയൊക്കെ വരണ. നിങ്ങളെവിടെ? നിങ്ങളൊക്കെ ഉണ്ടല്ലേ ശവികളെ. എന്നെ അങ്ങനെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അമ്മച്ചിയാണ് ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ അടക്കം പറഞ്ഞു കൊടുക്കും കേട്ടാ. കീ കിട്ടിയാ? ഇതിപ്പം തീയും കിട്ടിയില്ല, തീപ്പെട്ടിയും കിട്ടിയില്ല. ഇതിപ്പം നമ്മള് 3 പേര് ഇതൊക്കെ കറങ്ങി പെണ്ണുപിള്ള വന്നിട്ട് വല്ല ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ഞാൻ ഉണ്ടെന്നുള്ളതല്ലേ പറയാൻ കേട്ടാ. ഇത് കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല. ഇവിടെ എന്തെങ്കിലും അതാ ഈ ഒരു പാവം ഞാൻ എടുക്കട്ടെ. മാച്ച് ബോക്സ് കിട്ടിയാ? തീപ്പെട്ടി കിട്ടിയല്ലേ? ഇത് ഹോളിന്റെ ചാവി വേണോന്ന് പറയണോ കേട്ടാ ഇതിന്. ഇതെന്താണ് ഈ സാധനം? ഇതിന് ബേസ്മെന്റ് ചാവി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടാ. പെണ്ണ് വന്നാ? എടാ മോനെ നിന്നെ പിടിക്കുന്നു. അവള് പാവ എടുത്തടാ. ഓഹോ നീ മറ്റേ പാവയായിരുന്നല്ലേ? ഓടിക്കോ. അപ്പം ഈ ചുവന്ന പാവയാണെങ്കിൽ ചുവന്ന പാവ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല. ഞാൻ കൊടുത്ത് ഇത് നിന്നെ കണ്ടന്നെ ഞാൻ പേടിക്കുകയാണല്ലോ സാർ. എന്റെ പൊന്ന് നമ്പൂതിരി. ഇതാണോ അവള്? അവളെ അവിടെ ഇട്ടല്ലേ പൂട്ടിയത്? അവളോട് പൊളിച്ച് അവിടെ നിക്കുന്നടാ. അടുത്തേക്ക് ബെഡ്റൂം എനിക്ക് കിട്ടി. മാച്ച് എടുത്ത്. അപ്പൊ ഇതിനെ
ഓ ഭാഗ്യ ഞാൻ കറക്കി വന്ന്. അടുത്ത മാച്ച് സ്റ്റിക്ക്. എങ്ങോട്ടാണ് കത്തിക്കണ്ടേ? എവിടെ കത്തിക്കണ്ടേ? ഇവിടെ. എന്റെ പൊന്നേ. അവക്ക് ചാച്ചിക്ക് എന്തിനാ അസുഖമാണ് കേട്ടാ. എന്റെ അടുത്തൊരു സൗണ്ട് കേൾക്കണ്. എവിടെ കത്തിക്കണ്ട? എവിടെ ബ്രോ കത്തിക്കണ്ട? എവിടെ? ഇവിടെ ഒന്നും കിട്ടുന്നില്ല. നിങ്ങളോടെ നമ്മളുടെ മോള് ബെഡ്റൂമില്. അവനെ പൊക്കി. അവനെ പെണ്ണുമുള്ള പൊക്കി. ആര്? എടേ കത്തിക്കാം. നമുക്ക് ഉള്ളവിട്ട് കത്തിക്കാം. വാ. അത് കത്തിക്കാൻ തുറക്കേണ്ട താക്കോല് മോളിൽ എവിടെയാണ് ഉള്ളത്. ആണല്ലേ? ഇതിന്റെ അകത്തൊന്നും ഇല്ല. ആ സൗണ്ട് അപ്പുറത്താരോ മോട്ടർ ഓൺ ആക്കി തോന്നുന്നു കേട്ടാ. കണ്ടൂടാ. ഇതിന്റെ അകത്താളുണ്ട്. മാറ്. നോക്കട്ടെ ഇവിടെ. അവള് ഡോറടിച്ച് തുറക്കുന്നതാണല്ലേ ആ സൗണ്ട്. എവിടെ? നിങ്ങളവിടെ ഞാൻ അവളെ സൈഡിൽ കൂടെ ഓടിയത്. നീ എന്നെ എന്റെ അടുത്തോട്ട് വരാതടാ കോപ്പേ. ഇവിടെ ഒളിച്ചിക്കണ നീ ഇതോ എന്നെ തന്നെ പിടിക്കാൻ വരുന്നു. പോയി അല്ല എന്നെ എന്റെ ഒന്നും ഇല്ലല്ലോ. പിന്നെ വാടേ ഇവിടുത്തെ വല്ല എക്സ്കേപ്പ് ആവാടേ. എന്നെ അല്ല അല്ല ഞാൻ താഴെ നിക്കുന്നു. അല്ലെ എന്നെ ആളിയാ. എടാ ഞാൻ കറങ്ങി വരുമ്പോ ഫ്രണ്ടിൽ നിക്കുമെന്തോ. ഓ വരണോടെ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നിന്നാ മതിയാ. ആ അതോ പോണ് പിടിച്ച് ഇല്ലേ. എന്നെ പിടിച്ചടേ. നൂബി എവിടെ? ഇല്ല നൂബി ഇവിടെ ഉണ്ടല്ലോ. അവിടെ എന്റെ പാവ എടുത്തോണ്ട് പോയി. ഇവിടെ വഴിയിട്ടത് ഞാൻ അറിഞ്ഞ ആരെങ്കിലും പറയണ്ട്. ഇവിടെ കിട്ടിയാ? കീ കിട്ടിയാ? എനിക്ക് കിട്ടിയത് ബെഡ്റൂം കീ. നിനക്ക് കിട്ടിയത് ഹോൾ കീ. ഇനി നമുക്ക് വേണ്ടത് ബെഡ്റൂമിന്റെ അകത്ത് ബാത്റൂമിന്റെ അകത്താണ് ഇതിരിക്കുന്നത്. ബെഡ്റൂം കീ രാവിലെ ഡൈനിങ് ഹാളിൽ വരാം. ഓക്കെ ഡൈനിങ് ഹാളിൽ വരാമല്ലോ. അയ്യോ ഞാനിത് ബേസ്മെന്റിൽ പരിപാടി. ബാടാ അവിടെ ഇങ്ങ ബൈക്ക് വാ. ഞാൻ ഇവിടെ ഡോറിന്റെ അടുത്ത് ബാടാ. ഇത് വഴിയല്ല, ഇത് വഴി നടീ ഡോർ തുറ. നേരെ കാണണ്ടോ? ഓക്കെ ഈ പാവ എടുത്തോ. എനിക്ക് പാവയില്ല. അടുത്ത പാവ എടുത്തോ. എനിക്ക് പാവ എടുക്കാൻ പറ്റൂലേ വുഡും മാച്ചസും ഉണ്ടെങ്കിൽ. എനിക്ക് പാവ എടുക്കാൻ പറ്റുന്നില്ല. പാവ എടുക്കണ ഈ ആണോ? പാവ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇതിപ്പോ അവിടെ കൂടെ കറക്കി ഇവിടെ കൂടെ വന്നാ. ഇവിടെ ഒരു പാവ.
നോക്ക്. എന്റെ പൊന്നേ. ഭ്രാന്തളവി. ഭ്രാന്തളവി. എടാ എന്റെ പറന്നു തരണടാ. എന്റെ പൊന്നേ. നീയൊക്കെ എവിടെ? അക്കാമ്മയെ വിളിക്കുന്നു, അക്കാമ്മയെ വിളിക്കും. അക്കാമ്മയുടെ ബാബ പോയി. ഏതാണ് ആ ഡോറ്? എടേ നീ എവിടെയാടേ? എന്റെ അടുത്ത് എവിടെ പറഞ്ഞു. നിൽക്കുന്നു? എവിടെ ഉണ്ട് ഇവിടെ? ഞാൻ അതെ ആ പഴയ ബെഡ്റൂമിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ നിന്ന് ചാടി. അവളെ സൗണ്ട് കേൾക്കണം കേട്ടോ. നിങ്ങളവിടെ ബേസ്മെന്റിൽ പോയാ? ബേസ്മെന്റിൽ പോയാ എവിടെ? ആ ഈ ഡോർ തുറന്നു വാ. പുല്ലുതാ മറ്റേ അവള് വേറെ ഡോറിൽ കൂടെ വന്നു. ഇതിന്റെ അകത്ത് പാവേ ഉള്ളൂ. വാ വേറെ തോക്കാം. നിങ്ങളിവിടെ ഇരുന്നല്ലേ, അവള് താഴെ ഇരുന്നല്ല. ഇവിടെ ഒന്നും ഇല്ല. ഈ വാതിലൊന്നും നോക്കാല്ലേ? ആ ബാത്റൂം അല്ലേ? കറണ്ട് ബില്ല്. ഡോർ ലോക്ക് റിക്വയർസ് ഹോൾ കീ. ഈ ഹോൾ കീ ഇനി നമുക്ക് ബേസ്മെന്റ് കീ എടുക്കണമെങ്കിൽ ആക്ടിക് കീ വേണം. ആക്ടിക് കീ എടുക്കണമെങ്കിൽ എവിടെ പോകുന്ന എനിക്ക് അറിയാം. മറന്നു. ഇന്നും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കും. ബുക്കൊക്കെ ഉണ്ട്. എന്റെ പൊന്നേ. അവൾക്ക് ഇളകി ഇളകി. ഇത് പെട്ടെന്നുള്ള സ്ഥലം. ബാബാ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു നോക്കിയോ. ലെഫ്റ്റ് തന്നെ പറഞ്ഞു. നിക്കണ പറ. അടച്ച് ഇവിടെ എവിടാ? മോളിലാ? നീ എവിടെ? എന്റെ ആളിയാ, ഞാൻ ഏതൊക്കെയോ വഴി വന്നു. ഇതാര്? ആ നിന്റെ അകത്താണോ? ഓ പിടിച്ചവനെ തൂക്കിയിട്ടേക്കണ്. അവിടെ എന്ത് ചെയ്യാം? നിന്നെന്ത് ചെയ്യാൻ പറ്റും? കീ ഇരിക്കണ്. എനിക്ക് ഹോൾ കീ ഉണ്ടേ. അവളെ ഫ്രണ്ട് ഇരിക്കണേ. മാറി വേണ്ടേ? ഞാൻ സ്റ്റക്കായി. അവള് ഫ്രണ്ട് എങ്ങനെ അടിക്കണത്? ആ ഓക്കെ വാ. ഇല്ല കുഴപ്പമില്ല. പോയി വാ. വന്നിട്ട് എത്തോന്ന് പണി കാണിക്കുന്നത്. നീ എവിടെ? ഓ അങ്ങനെ. എന്ത് ശോകമാണിത്? മാറ്. ഫ്രണ്ട് പാവുണ്ട്. ഓ ആ പാവയുള്ളതാണ് എന്നെ പിടിക്കാതെ നിന്നത്. അടിപൊളി. എന്റെ പാവ പോയി. അടുത്ത കഴിഞ്ഞ പണിയാണ്. എവിടെ കത്തിക്കണം? എവിടെ കത്തിക്കും? അയ്യോ എന്ത് പറ്റി? അവിടെ ആളുണ്ട്. പിശാശ്. വേണം
ആ ഇത് റോസ് അല്ലേ? ഓക്കെ ഓക്കെ, പൊളിച്ച് പൊളിച്ച്. നീ ഇവിടെ പോയി. സേഫായി സേഫായി. മുമ്പിയാ ഇങ്ങോട്ട് പോകും. എന്തോ നമ്മൾ തുറക്കാത്ത ഏതോ ഒരു മുറിയോ ബാത്റൂം എന്തായാലും ഉണ്ട്. നോക്കും നേരം എന്റെ പൊന്നെ, എന്റെ ഓൾറെഡി ഹോൾ കീ ഉണ്ട്. കിട്ടി ബേസ്മെന്റ് കീ. പോവാം, നീ ഗൈഡ്. നിന്നെ കൊണ്ട് നമുക്ക് നിന്നെ കത്തിച്ച് നേരെയാക്കണം ആദ്യം. അതാണ് ആദ്യം. ഒന്നാതെ നമ്മള് 40 ആ കീശാന്തി വരാന്ന് പറഞ്ഞിട്ട് വരാതെ പറ്റിച്ചത് വല്ലാത്ത വിനയായിപ്പോയി. അതെ അതെ, കീശാന്തി ഇല്ലാത്തോണ്ട് നമ്മൾ 3 പേര്. എന്റെ പൊന്നെ, നീ ഏത് വഴിയൊക്കെ ചാടുന്നത്? ആരെയും പിടിച്ചില്ല, ഞാൻ ഓടി തള്ളി. എന്റെ പാവോയി. അതാണ് സൈഡിൽ കൂടെ കൊച്ചൊക്കെ ഇറങ്ങിയോളന്ന്. വരുന്നു വരുന്നു. ബേസ്മെന്റ് കേട്ടില്ല. ഇന്ത്യയിലല്ലടാ, തുറക്കടാ. തടിയിടണോ? തടിയിട്ട് കത്തിച്ച് കത്തിച്ച്. ഇല്ല ഇല്ല ഇല്ല, ലൈറ്റ് ഓഫ് ചെയ്യടാ, ലൈറ്റ് ഓഫ് ചെയ്യടാ. ഞാൻ ഒരെണ്ണം കത്തിച്ചിപ്പോ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് നിങ്ങളുടെ നമ്മുടെ കയ്യില്. നീ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്ക്. ആദ്യം തടി ഇടണം, പിന്നെ കത്തിക്കണം, അതിലോട്ട് നീ ചാടണം. ഇത് തടിയും പാവയിട്ട് കത്തിച്ച്. എനിക്ക് ഇവിടെ തടിയുണ്ട്, ഇവിടെ തടി ഇരുന്നവിടെ. ഇവിടെ മാച്ചസേ ഉള്ളു, തടിയില്ല. ഇതാര്? എടാ നീ റെഡി ആയാ? എവിടെ സൗണ്ട് കേൾക്കണം? എടാ 2 എണ്ണം കത്തിച്ച്, ഇനി 7 എണ്ണം ബാക്കിയേ. ബുദ്ധിമുട്ടുണ്ടോ? എടാ ഇത് നൂബിയനല്ലേ ഇവിടെ നിൽക്കുന്നത്? അത് ഞാൻ തന്നെ. കൊറേ നേരം ആയല്ല. ഞാൻ വെളിയിറങ്ങി അതിന് തിന്റെ 2ാമത്തെ കയറി ഇവിടെ വിളിച്ചത് എന്റെ സ്പോട്ട്. ഇവിടെ കൊറേ തടികളുണ്ട്. തടിയെടുത്ത് എന്റെ തടിയുണ്ട്, മാച്ചസ് ഉണ്ട്. എടാ ഇനി 7 പാവകൾ ബാക്കിയുണ്ട് കേട്ടാ. 7 പാവ ഞാൻ പുറത്ത് നമ്മൾ നേരത്തെ ഒരു നീ 2 എണ്ണം കത്തിച്ച്, ഞാൻ 1 എണ്ണം കത്തിച്ച്, 3 9 3 പോയിട്ട് ഇനി 6 എണ്ണം ബാക്കി. അയ്യോ പിടിച്ചു വെച്ച് ആദ്യം അവനെ കൊണ്ട് കത്തിക്കാം. നീ കൂടെ നിന്നെ റെഡി ആക്കിയിട്ടുള്ള കാര്യം. നിന്നെ തന്നെ
അവളെന്തിനു പറയാറുള്ളത്? എടാ അതീ നോക്കി ചാടി മറ്റേ മൗസ് വെക്കണം. ആ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാ. തടി എടുക്കട്ടെ, ഒരു മിനിറ്റ് വെയിറ്റ്. പോവല്ലേ തടി ഇവിടെ ഇവിടെ. കിട്ടി വാ. ഇവിടെയും തടിയുണ്ട്. നമുക്ക് പോണ്ട വഴി അവനെന്തി. എടാ ഇത് ബേസ്മെന്റ് കീ തുറന്നു. എവിടെയാ നമ്മളിപ്പോ? അയ്യോ എന്നെ വിട്ട് പോയേ. ലൈറ്റ് ഓഫ് ചെയ്യടാ. അവ കത്തിച്ചടാ. അവളിപ്പോ വേറെ കയറി വരും. കിവിറ്റ് 5 പാവയല്ലേ അവിടെ ലൈറ്റ് അടിക്കണം. വരുന്നടാ. ഏത് വഴി ഓടാൻ പോണു ബ്രോ? എവിടെ ലൈറ്റ്? ഞാൻ ബേസ്മെന്റ് ഉണ്ടോടെ. നീ എവിടെ? രണ്ട് കീസ് അങ്ങ് എടുത്തോടെ ഇവിടെ കിടക്കുന്നത്. നൊക്കാമി എവിടെ? ഇവിടെ താഴെ 2 കീ ഇടപെട്ട്. ഞാൻ ഒന്ന് ഞെട്ടിയാ. പിടിക്കാൻ മാത്രം സീനാണോ? പാവോട് ഇതാ പാവയല്ല നോബി. എടാ ബേസ്മെന്റിൽ എവിടെ കുടുങ്ങി കിടക്കടാ. വെളിയിറങ്ങാൻ അറിഞ്ഞൂടാ. എടാ നമ്മള് നേരത്തെ തടി എടുത്തില്ലേ? നീ ഇവിടെ തടി ഉണ്ടെന്ന് പറഞ്ഞ് തടിയൊക്കെ എടുത്ത്. ഞാൻ ഇവിടെ ആരെങ്കിലും ഒന്ന് കത്തിക്കടേ. എനിക്കൊന്ന് പൊങ്ങണടേ. എവിടെ? ഇവിടെ ഒരു ഈ ബാരലിന്റെ മുകളിൽ ഒരു കീ ഇരിക്കുന്നു. അയ്യോ എനിക്ക് വെള്ളപ്പാവ കിട്ടി. അടുത്ത എന്നെ പൊക്കം. എടാ നിങ്ങളെവിടെ? വെള്ളപ്പാവ കൊണ്ട് കത്തി കത്തിയിരിക്കാൻ. എന്റെ ബ്രോ തേഞ്ഞ്. എടാ എനിക്ക് അറിഞ്ഞോടാ ബേസ്മെന്റ് എവിടെ നിന്ന്. എടാ നേരത്തെ പറഞ്ഞ എന്റെ അളിയാ. പിടിച്ച് എന്റെ 4 കീസ് ഉണ്ട്. ഓടിയാ. അയ്യോ നീ അവിടെ നനങ്ങല്ലേ. ഇവ വന്ന് കണ്ടുപിടിച്ചോളൂ. നീ അവിടെ നനങ്ങരുത്. എല്ലാ ആറ്റിയും ഹോളും എല്ലാ തേങ്ങ കീ എന്റെ ഉണ്ട് 4 എണ്ണം. എടാ നേരത്തെ തടി എടുത്തെടുത്ത്. അതാടാ. അയ്യോ അവള് ഞാൻ പിടിച്ച് തിന്നോടാ. ഞാൻ ഒരു ഐഡിയ വെച്ചങ്ങ് വരാം. കത്തിക്കല്ലടാ നീ എന്നെ നോക്കടാ. തുറക്കാനും പറ്റൂലേ? കീ എടുക്കാൻ പറ്റൂലല്ലേ? എടാ നീ നെഞ്ചൊന്നിടിച്ചു. റിലാക്സ് ചെയ്യണം. നൂബിയ നേരത്തെ സ്ഥലത്തൊന്നും വരുമോ? നേരത്തെ നമ്മൾ നിന്ന് കറങ്ങിയെടുത്ത് തടി എടുത്തെടുത്ത്. എടാ ബാരലൊക്കെ വെച്ചിരുന്നില്ലേ? മറ്റേ ബാരല് വെച്ചിരുന്ന ആ സ്ഥലം. ഇനി 4 ഡോളും കൂടെ ഉള്ളേ. എന്നെ കൊള്ളാം കേട്ടാ. എന്നെ തിന്നും. അവള് വീണ്ടും വെറിയേറി പറഞ്ഞു. എടാ ഞാൻ ലൈറ്റ് ഇട്ട് ഓടിയാ. കണ്ട് നിങ്ങളെ ചെറുതായിട്ട് എവിടെ കണ്ടേ?
പക്ഷെ ഡോർ കൊണ്ടേക്കണം. ഇങ്ങോട്ട് വരിക. വാ ഇങ്ങോട്ടാ വാ ഇവിടെയാണ് കീ വാ ഓടിയാ. 4 കീ. എടാ നീ എന്റെ കൂടെ വന്നിട്ട് എവിടെ പോയടാ? ഇങ്ങ് വാടാ, ഇങ്ങടാ. 4 കീ. ഓ എന്ത് ചെയ്യാ? ഈ കത്തിക്കുന്ന റൂമിലോട്ട് വന്നും പോകുന്നൊരു വാഴ അടച്ചിട്ട് പോയാൽ ശ്രദ്ധിക്കുക. സ്പീഡിൽ പോവല്ലേ, എനിക്ക് ചെറിയ കാലേ ഉള്ളൂ, പയ്യെ ഓടി വരാൻ. ഇതല്ല ഡോർ, ഇതാണ് ഡോർ. മോളോട്ടല്ലേ? അല്ലേ? നമ്മള് 3 പേരുണ്ടല്ലോ ഇപ്പൊ. ഉണ്ട്. ഇനി എനിക്ക് ഓടി ഇറങ്ങാലോ ധൈര്യമായിട്ട്. 3 പേരുണ്ട്. ഇറങ്ങി വാ. ഇതാര് തൂക്കായിരിക്കും? ഓടി വാ ബ്രോ. പോവാം. ഞാനൊന്ന് ഞെട്ടിയടാ, നല്ല വൃത്തി ഞെട്ടി. ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. എനിക്കും കിട്ടി. ഞാൻ പെട്ടെന്ന് അവൾ ഇങ്ങനെ അവൾ പെട്ടെന്നാണ് എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യേകപ്പെട്ടത്. അതായത് അവൾ അവിടെ ഇല്ലായിരുന്നു. സഡൻലി ഫ്രണ്ടിൽ നിന്ന് ഒരു മോഹം വന്നിട്ട് തൂക്കി. ഒരു പാവമാണ്. എന്റെ കീ കൊള്ളും പോയി. ആ കീ അല്ല എടുത്തത്. ഓടി കൊണ്ട് കത്തിക്ക. ബാബാ രണ്ടുപേർക്കും കിട്ടിയാ പിന്നെ വാ കൊണ്ട് കത്തിക്ക. പെട്ടെന്ന് കാണുന്ന അവൾ തൊട്ട് പുറകെ ഉണ്ട്. വാ. മുള്ള താഴെ. അതെ തടി എന്തി? തടി എന്റെ തടിയുണ്ട്. എടാ നിനക്ക് ഇത് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ കത്തിക്കാൻ എനിക്ക് തടി ചാടിക്കും. ഇവിടെ ബക്കറ്റിലെ ബക്കറ്റിൽ കൊണ്ട് ഈ ഇതിന് ഇടാൻ പറ്റുവേ. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കത്തിക്കാനും പറ്റും. കയ്യിലിങ്ങനെ കത്തിക്ക് നൂബിയ, കയ്യിലിരിക്കുന്ന ഡോള് കത്തിക്ക്. കയ്യിലിരിക്കുന്ന ഡോള് കത്തിക്കാൻ. കയ്യിൽ തന്നെ ഇരിക്കണം. നൂബിന്റെ കയ്യിലൊന്നും ഇല്ല. ഉണ്ട് ഡോളുണ്ട്, കത്തിക്ക്. കയ്യിലിരിക്കുന്ന ഗ്ലിച്ച് ആയിരിക്കും ചിലപ്പോ. ബ്രോ അവിടെ നിന്ന് വിളിച്ച Jakish Marshall coaches you like the page. നമുക്ക് കാണാൻ പറ്റുന്ന കയ്യില്. നൂബിൻ നേരത്തെ പിടിച്ചില്ലേ അവിടെ താഴെ വെച്ച്? ഇത് എവന്റെ ഇരുന്ന ഡോൾ ഇറങ്ങി ഓടിയപ്പോ എന്റെ കയ്യില് ഡോള് കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ കുഴപ്പമില്ല ബ്രോ, ക്ലിക്ക് ചെയ്തിട്ട് ആവുന്നില്ലല്ലോ. വാ എനിക്ക് തടി. അവളുടെ മുമ്പിൽ പോയി നിക്ക. അപ്പൊ അവൾ എന്നെ പൊക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് പാവ പോവും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇടും. എന്റെ ഇതല്ല തടി കഷ്ണം കിട്ടുന്നില്ലല്ലോ. തടി കഷ്ണം എനിക്ക് കിട്ടിയറണം. ഇതാര്? യവനെ തന്നെയാണല്ലേ? യവനെ നോട്ടിട്ട് വെച്ചേക്കാണെന്നോ? നിനക്ക് GPS വെച്ചിട്ടുണ്ടെന്ന് തോന്നട്ടോ അവര്. കത്തിക്കാം. എന്റെ ഒരു കത്തിക്ക ഇല്ല, തടിയില്ല. തടി എന്റെ ഉണ്ട്. തടി കത്തി ചാടി. You don't have anything to burn. ഞാൻ കത്തിച്ച് തീ വന്ന് ചാറാ. ഇതെവിടെ പോയി? ഓ തടി ആ ബാരലുള്ള സ്ഥലത്തുണ്ടായിരുന്നു. തടി കിട്ടി. നമ്പൂതിരി നക്കാമി അവറ്റുകളുടെ കയ്യിലൊക്കെ പെട്ട് ചെറുതായോ? ചെറുതായി. ഞാൻ പ്രതീക്ഷയില്ല. തടിയെടുക്കാൻ പോയിട്ട് ഓടി വന്നാണ്. ഇതിപ്പോ എങ്ങടാ? ഞാൻ അയ്യോ എന്റെ കീ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്റെ കീ ഉണ്ടായിരുന്നു. ഇവിടെ നിന്റെ പുറകെ ഞാൻ നീ നോക്ക്. കീ ഉണ്ടോ നോക്ക്. ഇവിടെ അവക്ക് ഇത് മോളിൽ കൂടെയാണോ ബ്രോ ഓടിയത്? അല്ലല്ല. ഓക്കെ ആദ്യം നോക്കി.
വരുന്നടാ മാറി നിക്കടാ മാറിക്കടാ ഷവി. അവർക്ക് ഇതിനകത്ത് കണ്ണുണ്ടല്ലേ? ഇനി ഒന്നും കൂടെ കത്തിച്ച് കഴിയുമ്പോ അവളുടെ രൂപ മാറും, മൊത്തത്തിൽ ഇവള് ചോപ്പാവും. അവിടെ നിക്കാണ്. അപ്പൊ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇവള് ഇതിന്റെ അകത്ത് കേറില്ല, പേടിയാണെന്ന് തോന്നുന്നു. ഓക്കെ ഞാൻ പോവാ. പെട്ടെന്ന് പിടിക്കോ. നീ എവിടാ? എടി എന്റെ ഒരു കിടുക്കാച്ചി ഐഡിയ ഉണ്ട്. പാവയെ കിട്ടിയല്ലേ? ഞാൻ തടി എടുത്തിട്ട് വരാം. അടപ്പ തടിയില്ല, അങ്ങോട്ട് വന്ന് നിക്കടാ, മൂല കൊണ്ട് ഇങ്ങോട്ട് വരാതെ. ലൈറ്റ് ഓഫ് ചെയ്യ്. നമുക്ക് അവളെ തന്നെ നേരിട്ട് അങ്ങ് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിട്ട് കത്തിച്ചാല. അങ്ങനെ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടരാം. പഞ്ചാര എവനെ തോക്കുള്ളൂ, എവനാണ് ഇടക്കിടക്ക് ഒന്ന് പൊക്കുന്നത്. നോർമലി പോകുമ്പോ സീനൊന്നുമില്ല, ഒന്ന് പിടിക്കുമ്പോഴാണ് സീൻ. എടാ നീ എത്ര ഡോളർ ബാക്കി? 3 അതോ 2? അപ്പൊ അവളിപ്പോ റെഡായി കാണുമല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അടുത്തത് ഇനി എടുത്തിട്ട് കത്തിക്കരുത്. ഈ ബക്കറ്റ് ഇവിടെ കൊള്ളത് ഇവിടെ കൊണ്ടങ്ങ് ഇട്ടോണം, മനസ്സിലായ? ഇറങ്ങണോ? കീ നൂബിന്റെ വാ. അയ്യോ ഞാൻ പോണ്. എടാ വാതിൽ തുറന്ന് കളിക്കാത്ര, അതിന്റെ സൗണ്ട് കേട്ട് അവര് വരും. ആര്? അവള് തന്നെയാണ്. നമ്മള് തുറക്കുന്ന അടക്കം ചെയ്യുന്ന. ഓ നമ്മളല്ല, നമ്മള് 3 അന്നത്തെ പോലെ ശിവ എപ്പുറത്ത് വ്യക്തി അപ്പുറത്ത്, അവള് അടക്കം ശിവ അടക്കി. അവള് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുക, അവക്ക് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നമുക്ക് റൈറ്റ് മോളോട്ട് കയറേ. ഇന്നത്തോട്ട് കയറാം. ഈ ഹോള് വഴി പോയി ബ്രോ പുറത്ത് ഞാൻ പുറത്ത് പാവമുണ്ട്. നമ്മളൊരു നേരത്തെ ഒരു പുറത്തൂടെ വന്നില്ല, അപ്പൊ പുറത്ത് 2 പാവ ഞാൻ കണ്ടു. കീഴ്പാട് നമ്പൂതിരിക്ക് ESP ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പാവ കറക്റ്റ് ആയിട്ട് റേസ് ചെയ്ത് കണ്ടുപിടിക്കാനല്ലോ. മാജിക് ഡോൾ ഇങ്ങനെ നിക്കല്ലേ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാ എടാ ഞാൻ പറഞ്ഞില്ല, നല്ല ക്ലീൻ ബാത്ത് ടോപ്പ്, പക്ഷെ വെളിയിലൊക്കെ പാറ്റ. ബ്രോ നമ്മൾ നേരത്തെ പുറത്തൂടെ വന്നില്ലേ? ആറ്റിക്ക് പോകാം, ആറ്റിക്കിൽ നോക്കാം. എവിടെ അവനവിടെ? ബ്രോ അവിടെ ഏറ്റവും മണ്ടക്കറി വാ. ഏട്ടാ നോക്കി നിന്നോണം കേട്ടാ. ഞാൻ ചോദിച്ചത് പാവയാണെന്ന്. വരുന്നുണ്ട് എവിടുന്നോ വരുന്നുണ്ട് കേറി. എവിടെ തടിയുണ്ട്? ഓക്കെ തടിയുണ്ട്. നീ പാവ എടുത്തോണ്ട് ഒരു ഓട്ടം ഓടിക്കോ. താഴെ പോവല്ലേ? അയ്യോ ഞാനെന്ത് വരാട്ട്? എന്റെ പൊന്നു നക്കാമി, നീ നിന്റെ ബോഡിയും കൊണ്ട് മാറി നിന്നോണം, ഉള്ളാരും പറഞ്ഞിട്ടുണ്ട്. കേറിപ്പോ. പക്ഷെ കട്ട ക്ലീന്, പക്ഷെ വെളിയിൽ മൊത്തം പാറ്റ. എന്തിനാന്തോ? അല്ലെങ്കിൽ ഒന്നെങ്കിൽ കേറുക അല്ലെങ്കിൽ നീ ഇറങ്ങ, എന്താന്ന് വെച്ചാ ചെയ്യും. ബെഡ്റൂം അവിടെ ഉണ്ട് വെളിയിലുണ്ട്. വെളിയിൽ ഭാഗമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അവനെ അയ്യോ എന്നെ വിടറി ബ്രോ. പാവ എടുത്തില്ല. വളരെ കഷ്ടമാണ്. ഓടി നീ അങ്ങോട്ടല്ലേ, ഇപ്പുറത്തെ വാതിൽ കൂടെ വന്നു. നിങ്ങളൊക്കെ
എന്റെ ശിവനേ നിങ്ങൾ ചാടാൻ പറ്റോ? ഇവന് മാത്രമേ ചാടാൻ പറ്റുള്ളൂ ഇതുവഴിയൊക്കെ. ഞാൻ ബേസ്മെന്റിൽ പോകുന്നു ബാ. പൊക്കില്ലേ ഇനിയിപ്പം ഒതിനെ പൊക്കി പറ്റി ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ തീർന്നേ. അവനെന്തി ഞാൻ ഇവിടെ എത്തി താഴെ എത്തി. ഞാനും താഴെ എത്തി. എന്റെ ഫയർ ഇതില് ഫയർ ഉണ്ടല്ലോ. വാ വാ. ഭണ്ഡാരം. പെട്ടെന്നോ എന്നെ കൂടെ ഇവിടെ ഒരു പാവ, ഇവിടെ ഒരു പാവ, ഇവിടെ ഒരു പാവ, ഇവിടെ ഒരു പാവ. വേണ്ട, ഇവിടെ ഒരു പാവ. എന്റെ അടുത്തോ ബ്രോ, നേരത്തെ നിന്നെടുത്ത് ഓടിയാ. ഇവിടെ ഒരു പാവ. വേണ്ട, ഞാൻ ബേസ്മെന്റിലുണ്ട്. പെട്ടെന്ന് എനിക്കിത് ബേസ്മെന്റ് ഏതാന്നൊന്നും ഒരു അയ്യോ ബ്രോ, ഞാൻ എവിടെ എത്തി? ബ്രോ ഇപ്പഴേ കത്തിക്കണ്ടായിരുന്നു. ഞാൻ വേണം കത്തിച്ചതല്ല. ചാടറ അതിന് ചാടറ. എന്റെ പൊന്ന് ബ്രോ, എന്റെ പൊന്ന് ബ്രോ. ഞാൻ നിനക്ക് വേണ്ടിട്ട് തീ കത്തിച്ചതാ. പക്ഷെ 2 ക്ലിക്ക് കത്തിച്ചപ്പോഴേക്ക് തടിയും തീയും അവളും കൂടെ ഡോളും കൂടെ അങ്ങ് പോയി. ഞാൻ തന്നെ പ്ലാൻ ചെയ്ത് ഞാൻ തന്നെ കുളവാക്കിയല്ലോ അത്. അയ്യോ ഉണ്ണി ബ്രോ, പാസിഫൈ എന്ന് പറയുന്ന ഹൊറർ ഗെയിമാണ് ബ്രോ. അവളിഞ്ഞ പ്രശ്നമാണ്. എന്ത് എല്ലാരും പോയാ? ഇല്ലല്ലേ, എന്ത് ചെയ്യും? ഒരു പാവയും കൂടെ ഇങ്ങനെ കണ്ടുപിടിക്കണം. അയ്യോ, നമ്മളാണ്ട് ഒന്നുകൂടെ കത്തിച്ചാ. എന്റെ തടിയും ഉണ്ട്. എടാ അമര, നീ പോയി പാവ എടുത്തിട്ടാ. നീ പോയി പാവ ഞാൻ പറയണേക്ക്, നിങ്ങൾ രണ്ടുപേരും കൂടെ പാവ എടുക്കാൻ പോകും. മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിക്കാം. തടി ഉണ്ടോ കയ്യില്? എന്റെ കയ്യില് തടിയില്ല. എന്റെ ഉണ്ട്, തരാൻ പറ്റുമോ? എടാ നിക്കടാ, പോവലടാ. നീ എങ്ങോട്ട് പോയത്? ലെഫ്റ്റ് റൈറ്റാ? പോ. നീ ഫ്രണ്ടിൽ നിന്ന് പോ. എനിക്ക് അറിഞ്ഞോടാ. എടാ വാലടക്കടാ. പോട്ടെ. അവളിന്റെ അകത്തുണ്ടാ? അവള് സൗണ്ട് കണ്ടാവള. എന്റെ അടുത്ത് സൗണ്ടാ. അപ്പൊ കൊഴപ്പില്ല. നമ്മളടുത്ത് ബ്രോ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളി. അപ്പൊ അവള് അവള് കട്ട സീനാട്ടോ. വാലൊക്കെ അടുത്ത് എവിടെ ഉണ്ട്? എന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ടെന്ന് തോന്നട്ടാ. ലൈറ്റ് ഓഫ് ആണ് എന്റെ. ഇല്ല, എന്റെ മുമ്പിലില്ല. മോളിലാണെന്ന് തോന്നി. ഉണ്ടോ ഒരു പാവയെങ്കിലും? ഇല്ലേ? അല്ലെ നീ ഇതെവിടെ പോയി? ഇല്ല, എന്റെ ഇല്ല. ബാത്റൂം കീ ആണിത്. അല്ല, ബെഡ്റൂം കീ ആണ്. നൂബിന്റെ ആണെന്ന് നോക്കി. അയ്യോ, അവള് തീയെ കത്തി പോണ്ടാ. നിങ്ങളിപ്പോ പോയ റൂമില്ലേ, അതിന്റെ വേറെ വശത്തോടെ കയറാൻ പറ്റും. എങ്ങോട്ട് പോവും? നിങ്ങൾ അപ്പുറത്തോട്ട് താഴോട്ട്. അവൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ കറങ്ങി കളിച്ചാൽ മതി. അവളിപ്പോ ഫാസ്റ്റ് ആണ്, സൂക്ഷിക്കണേ. അതെ, അവളിപ്പോ തൂക്കി. എടാ എന്റെ ഞാൻ അടുത്ത് നിന്നിട്ട് എന്നെ തൂക്കിയില്ലടാ. അവളിങ്ങനെ ഒന്നും നിന്നെ പിടിച്ചോണ്ട് ഒന്നും ചെയ്യില്ലായിരിക്കുമല്ലേ? ഇല്ല, അങ്ങനെ വിചാരിക്കരുത്. ചെറിയ സൈസിൽ തന്നെ പാവയെ പിടിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചത്. ഉള്ള കാര്യം പറയാണ്, ഇനി എന്നെയും കൂടെ പൊക്കി കഴിഞ്ഞാൽ കാര്യം ഫ്ലോപ്പ് ആവും. ഇതിപ്പോ ഒരുമാതിരി. നീ ഇതെവിടെ? ഇത് എവിടെപ്പോ കുറച്ചുകൂടെ ക്രീപ്പി ആയി. നീ ഇതെവിടെടാ? എനിക്കിപ്പോ നന്നായിട്ട് എന്റെ ഏതോ നീക്കണം. ഞാൻ പറഞ്ഞാണ് നൂബിന്റെ അടുത്ത് ആ പാവ കത്തിക്കണ്ടെന്ന്. ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ വേണമെന്ന് വെച്ച് കത്തിച്ചല്ലടാ. ഞാൻ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിട്ട് ഞാൻ അത് തടി ഇട്ടതാണ്. പക്ഷെ നൂബിയ എന്റെ അടുത്തൊരു ചുവന്ന പാവയുണ്ട്. മെയിൻ ഹോളിൽ ഒരു ചുവന്ന പാവയുണ്ട് ബ്രോ. ഈ ആ പാവ ഇവിടെ
അല്ല സ്റ്റെപ്പിന്റെ അവിടെ നമ്മള് മെയിൻ ഹോള് മറ്റേ ഇപ്പൊ നിന്നെ പൊക്കിയ സ്ഥലം അടിപൊളി ഞാൻ ഇറങ്ങേണ്ടി വരുമോ? എടാ നീ എനിക്ക് സ്ഥലം ഒന്ന് പറഞ്ഞാടാ, ഞാനും വന്നു ഞാൻ പാറ എടുക്കാം, എനിക്ക് സ്ഥലം അറിയാം. എങ്ങനെ ഏത് വഴിയാ? മോളോട്ടല്ലേ വരണ്ടേ കത്തിക്കാൻ? അതെ മോളോട്ട താഴോട്ടാ കത്തിക്കാൻ വരണ്ടേ? എവിടെയാ വരണ്ടേ കത്തിക്കാൻ? എടാ ഞാനിപ്പോ ഹോളില് നിന്നെ പിടിച്ചെടുത്തുണ്ട് ഞാൻ. കാർപ്പറ്റൊക്കെ അടിപൊളി. Believe Chief or Suresh like the page. എന്റെ തടി കേടാവും, തടി തപ്പി ഇറങ്ങിയ. ഓ തീർന്ന് പൊക്കി. ഗെയിം ഓവർ. ഓ everyone lost to darkness. എനിക്കിപ്പോ ഓർമ്മ വരുന്ന കലാപണ്ണിയുടെ മറ്റേ എന്താ പറയുന്ന മാളയുടെ സീനാണ്. വാ തുറന്നാൽ ചെറിയ പറയുന്നു, ടേപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അടിപൊളി. ഞാൻ അതാണ് പറഞ്ഞത്, ഞാൻ വെളി ഇറങ്ങി കഴിഞ്ഞ സീനാണ്. അതാ ഞാൻ പറഞ്ഞത്, ചെറുതായി നിൽക്കുമ്പോ നിങ്ങൾ എന്നെ പോയി തപ്പി സ്ഥലം കണ്ടുപിടിച്ചു വന്നു കഴിഞ്ഞാൽ സ്ഥലത്ത് അങ്ങോട്ട് പോയാൽ മതി. അതാണ് ഞാൻ ഇറങ്ങാതിരുന്നത്. നീ പറഞ്ഞ് ഇറങ്ങുന്നു. അവിടെ നീ ചെറുതായിരിക്കുമ്പോ തന്നെ പോയി തടി തപ്പിയിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കി വന്നിരുന്നെങ്കിൽ ഡയറക്റ്റ് പോയി അത് എടുത്തിട്ട് നേരം കണ്ടു വെച്ചാൽ എന്നെ അങ്ങ് പൊക്കായിരുന്നു. ആ ഡോർ തുറന്നപ്പോഴാണ് അതിന്റെ പുറകിൽ അവള് നിൽക്കുന്നത്. നാലുപേര് നമ്മ ഇന്ന് കഴിഞ്ഞു പോയി. കഴിഞ്ഞു. Everyone lost to the darkness. ഒന്ന് പോവാൻ പറ. പക്ഷെ നമ്മള് മൂന്നുപേര് അവസാനം ഒന്നോരെ എത്തിയില്ല അല്ലേ? ഒറ്റ ഡോളർ. ഞാൻ അബദ്ധത്തിനത് കത്തിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ചുമ്മാ മറ്റേ ഡോളിനെ പൊക്കിക്കൊണ്ടൊന്ന് കത്തിക്കായിരുന്നു. പിന്നല്ല ഇതിലാണ് അത് നിങ്ങൾ ഇതാക്കാൻ വേണ്ടിട്ട് തടിയിട്ടിട്ട് മാച്ച് ഇപ്പോഴേക്കും മാച്ചും ഇതും കൂടെ ഒരുമിച്ച് അങ്ങ് വീണടാ. എന്ത് സീനാണ്. എനിക്കാണെങ്കിൽ ഓൾറെഡി ഒരു പാവ കയ്യിലിരിക്കുന്ന കാണിക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പോ അത് ക്ലിച്ചടിച്ചിട്ട് ഈ ലാസ്റ്റ് പാവ നമുക്ക് കിട്ടാതിരുന്നതാണോന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഓൾമോസ്റ്റ് എപ്പോഴും ഒന്നെങ്കിൽ വെളിയിലത്തെ നമ്മുടെ ബാൽക്കണി സെഷനിലോ അല്ലെങ്കിൽ നടുക്കത്തെ ഹോൾ സെഷനിലാണ് കിട്ടുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവള് പൊക്കണത്. ഇന്നിപ്പോ അവളെ പൊക്കുമ്പോ എങ്ങനെയാണെന്നുണ്ടെന്ന് മനസ്സിലായി. ഇതിന്റെ മറ്റൊരു ഫാം വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് ബ്രോ. അതെ, ഫാം ഇറങ്ങി. നാളെ ഫാം കളിച്ചാല നമുക്ക് ഫാം കളിക്കാം. ഫാം കളിച്ചിട്ട് നാളെ കളിക്കാം. നാളെ കളിക്കാം. ഇല്ലെങ്കിൽ ഞാൻ രാത്രി ഉറങ്ങൂല, ഉള്ളാരും പറയാൻ. ഫാം പക്ഷെ കുറച്ചുകൂടെ ഡാർക്ക് ആണെന്ന് തോന്നുന്നു. അതെ, ഞാനത് കണ്ടിട്ടില്ല എന്താന്നുള്ളത്. ഇത് ഇന്നിപ്പോ 2 പ്രാവശ്യമായിട്ട് എന്റെ അണ്ണം കൊണ്ടുപോയി. 2 പ്രാവശ്യമോ? എനിക്ക് 1, 2, 3 പ്രാവശ്യം കണ്ട കിട്ടി. 3ാമത്തെ പ്രാവശ്യം കട്ട ക്രീപ്പ് ചെയ്യുന്ന എവനായിരുന്നു നോട്ടം. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കിട്ടിയ നാളെ നമുക്ക് ഫാം കളിക്കാം. ലൈവ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാം താങ്ക് യു സോ മച്ച്. എന്റെ 3-4 പ്രാവശ്യം പ്രേതം പിടിച്ചായിരുന്നു. ഇന്നത്തെ ഗെയിം ജയിക്കാനായില്ല എങ്കിലും നമ്മളെന്തായാലും ഈ ലെവല് കംപ്ലീറ്റ് ചെയ്യും അല്ലേ ബ്രോ? യെസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Ta-da!
വീരന്മാർ വാഴുന്നീ മണ്ണിൽ നിൻ ശാപം എന്തെന്നു ചൊല്ലാം. തെറ്റു കണ്ടാൽ വാ തുറക്കുമ്പോൾ നാം അഹങ്കാരിയാണിവിടെ നീ. ഇന്നു നീതി പീഠത്തിൻ മുന്നിൽ നിൻ സ്ഥാനം എന്തെന്നു ചൊല്ലാം. അവർക്കു വേണ്ടി കണ്ണു പൊത്തിയാടും ഒരു കളിപ്പാവയാണിവിടെ നീ. കേൾക്കുന്നുണ്ടോ നേതാക്കളെ, നമ്മൾ നീ തന്ന ചട്ടങ്ങളെ പിന്തുടർന്നപ്പോൾ ഞങ്ങളെ ദുർബലരായി കാണുന്നില്ലേ? എങ്കിൽ ഇന്നു പൊങ്ങുമെതിരെ നിന്റെ ചിന്തകൾക്കുമുയരെ ഈ കൈകൾ ഇന്നു പതിയെ, ഈ ശബ്ദം ഇന്നുറക്കേ. ചങ്കൂറ്റമെനിന്ധനം നമ്മിലൊരുമയൻ പിൻഫലം നീ കരുതിയിരിക്കണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം, പങ്കുവെക്കാം സങ്കടം, കൈകോർക്കാൻ സമ്മതം, ഇനിയൊന്നായി നീങ്ങണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം. ഞാൻ ഹിന്ദുവല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വെറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വെറും വരത്താൻ. ചോര കണ്ടാൽ പേടിക്കുന്ന കൂട്ടത്തിൽ അല്ലി ചെറുക്കൻ. കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം. സ്നേഹം എന്റെ മതം, എന്റെ ജാതിയാണ് മനുഷ്യത്വം. 100 വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറയും പലവട്ടം. ഇവന്റെ കൂട്ടരും ഭീരുവെന്നൊരിക്കൽ തെറ്റിദ്ധരിച്ചെങ്കിൽ പറയാം എന്റെ നാട് കേരളം കേട്ടോ എനിക്ക് വഴങ്ങിൽ അടിമത്തം. വെടി ശബ്ദം അടുത്തു വരുന്നു മന്ദം മന്ദം. എനിക്കൊപ്പം കയ്യിലേന്ത് തീപന്തം. വർഗീയത തുലയട്ടെ നമുക്കൊപ്പം ജോലി കെട്ടിവിട്ട ചേരി മൊത്തം. പൂർവികരുടെ വാളിൽ മൂർച്ച അളക്കം എന്റെ വാക്കിൽ. സാഹോദര്യം നെഞ്ചിൽ ചേർത്ത മണ്ണു കാൽച്ചുവട്ടിൽ, ആ മണ്ണു കയ്യിലേന്തി നെഞ്ചിൽ ചേർത്തു വച്ചു പറയാം ഒരു ചെകുത്താനും കാലുകുത്തിലി ദൈവത്തിന്റെ നാട്ടിൽ. നേതാക്കളുടെ കയ്യിലാണ് ലഹളകളുടെ ചാവി, പടികളൊക്കെ റണികളുടെ കഴുത്തിൽ അങ്ങു ചാർത്തി. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, മാനുഷികനായി ആരുമില്ല, നമ്മൾ തന്നെ തിരിച്ചെടുക്കണം നമ്മുടെ മണ്ണിന്റെ ശാന്തി. ഇവിടെ ചട്ടങ്ങൾ മാറി നിരപരാധി ഇന്നപരാധി, ഇവിടെ സത്യം വിളിച്ചു പറഞ്ഞാൽ രാജ്യദ്രോഹി തീവ്രവാദി. അറിഞ്ഞു വെച്ച നീ നമ്മിലെ ഒരുമ മാത്രമാണ് ബാക്കി, അതാണ് നമ്മുടെ ശക്തി, അതിലാണ് നമ്മുടെ ഭാവി. ഒരുമയാണ് നമ്മുടെ ശക്തി. ചങ്കൂറ്റമെനിന്ധനം നമ്മിലൊരുമയൻ പിൻഫലം നീ കരുതിയിരിക്കണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം, പങ്കുവെക്കാം സങ്കടം, കൈകോർക്കാൻ സമ്മതം, ഇനിയൊന്നായി നീങ്ങണം. വരുന്നുണ്ടിവിടൊരു വിപ്ലവം. Winner circle's over here.